ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർ ഫോർ സെയിൽ 2023 എന്ന് പറയുന്നൊരു ഗെയിമായിട്ടാണ്. ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കണ്ടാന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കാണുക, ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് സെക്യൂരിറ്റി കേട്ടോ, കാണിച്ചു തരാം. വെറും ആഴ്ചയിൽ $500 വിചാരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മുടെ ട്രെയിനിങ് ഒക്കെ ചെയ്യണം. നമ്മൾ ഇവിടെ നടന്നാൽ മതി. നമുക്കിപ്പോൾ പോയി വല്ല വണ്ടി ഉണ്ടോ നോക്കട്ടെ. സൈലന്റ് ആണല്ലേ. ഇതെന്നാ തുടങ്ങുന്നേ നമുക്ക് നോക്കാട്ടോ. ഡെയിലി ടിക്കറ്റ് $150. ഇവിടെ ആളില്ലല്ലോ, ഒരു ആളില്ല കേസ്. ഡെയിലി എന്ന് പറയാൻ ഇവിടെ ആളൊരിക്കലും ഞാൻ വന്നു കണ്ടിട്ടില്ല. കാർ മാർക്കറ്റിൽ നിന്ന് അവിടെ ചോറും അങ്ങോട്ടൊന്നും ഉണ്ടാട്ടോ. കൃത്യമായിട്ട് എനിക്കറിയില്ല. നമുക്ക് ഒരു കാറുണ്ടെന്നൊക്കെ പറയലും ഇന്ന് കാറ് മേടിച്ചിട്ട് കാര്യമില്ലേ. കാർ മാർക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തത്. നമുക്ക് നെയ്ബർഹുഡ് പോകാം, അവിടെ വല്ല വണ്ടി ആയിരിക്കും. ഇതാട്ടോ ഗൈസ് നെയ്ബർഹുഡ്. നോക്കട്ടെ, ആശുപത്രിയോ? വണ്ടർഫുൾ. നോക്കാം നമുക്ക്. നല്ല വണ്ടി ഉണ്ടെന്ന് നോക്കട്ടെ. ഈ വണ്ടിക്ക് എത്രയൊക്കെ? മറ്റേ ഓവർ ഹെഡ്, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ സാധനത്തിൻ്റെ പേരുണ്ടായിരുന്നത് എത്രയാ? ഓ വേണ്ട, RC2 വേണ്ട. ബിസിനസ് ചെയ്തേക്കാം. കാരണം ഇത് കണ്ടില്ല, ഇതിൻ്റെ പെയിൻ്റൊന്നും കൊള്ളത്തില്ല. ഇതിൻ്റെ പെയിൻറ്റ് മാറ്റാൻ പറ്റുന്ന മറന്നു പോയില്ല. എൻ്റെ ബോഡി മാറ്റിയാൽ മതി. കേസ് ഇന്നലെ ഞാൻ ശരിക്കും ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒരബദ്ധം പറ്റിയതാട്ടോ. ഇത് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേസ്. ഓക്കെ, ഇതിനൊരു പറയുന്നത് 5000-ലാണ്. അപ്പോൾ നമുക്ക് ബൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു കാറും കൂടെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു കാറും കൂടെ നോക്കാം. നമുക്ക് നേരെ ഇവിടെ പോകണം. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് എന്താ ചെയ്യാം? പെട്രോൾ ഉണ്ടോ? അവിടെ പെട്രോളൊക്കെ എവിടെ നോക്കുന്നു? എന്തായാലും പോവാം. ഒന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കേസ് ഡാമേജ് പ്ലസ്സോ? ബാക്ക് ലെഫ്റ്റ് ഡോറ്, എനിക്ക് പുറകിലത്തെ ലെഫ്റ്റ് ഡോറാണ് കാണിച്ചു. ഞാൻ ഇന്നലെ വീടിട്ടപ്പോൾ ഒട്ടും കരത്തില്ലായിരുന്നു. ഇതെന്ത് പറ്റി? അതുകൊണ്ട് കുലുക്കോട്ടോ. വണ്ടിക്ക് ഫോട്ടോസ് ഉണ്ടോ? നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. ഇൻറ്റീരിയറൊന്നും കുഴപ്പമില്ല. ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി ഒന്നും നന്നാക്കാതെ വിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെയല്ല. ഓക്കെ, ഇവിടെ വണ്ടി ഓൾറെഡി പണിക്കാണ്. ഓട്ടോ റിപ്പയർ നമുക്ക് ചെയ്യാൻ നോക്കി വണ്ടിക്ക്. നമുക്ക് നോക്കാം കഴിച്ചു. നമുക്ക് ഇവിടെ ഈ പുള്ളി ചോദിച്ചു നോക്കാം. ഓ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനൊരു കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ 10,000 രൂപ കിട്ടാൻ ചിലപ്പോൾ വിട്ടു പോകും. വലിയ കാശില്ലാതെ. ഇല്ല, ഓ മിണ്ടല്ലേ. അപ്പം അതിന് മിണ്ടാക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട്. അത് എന്താ പറയുക, അതിവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് സമയം രാത്രിയായോ? ഇത്രയും പെട്ടെന്നോ? അടിപൊളി. നമുക്ക് ഇനി തിരിച്ച് പോകണ്ടല്ലേ. നമുക്ക് എൻ്റർ ചെയ്യാൻ നോക്കാം. ഒത്തിരി ദൂരം, അയ്യോ ഇടിച്ചില്ല. ഓക്കെ, നെറ്റൊക്കെ എന്ത് സംഭവിച്ചു? ഈ വണ്ടി ഒന്നും പറ്റിയില്ല. നമുക്ക് ഇനിയിപ്പം ഒരു സ്ഥലം വരെ പോകണം. ക്യാരവാൻ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ പോകണം. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് തിരിച്ചു പോയി നോക്കാവേ. നമുക്ക് ഇനി ഒരാളില്ലേ പറഞ്ഞിട്ട് വരുമ്പോൾ അതിന് പോകാൻ കുറെ പോകണം നമുക്ക്.
ഒത്തിരി ഒന്നും പോകേണ്ടി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം എന്തായാലും. നമുക്കേ പോവാൻ എന്തായാലും. കാരണം ഇനിയിപ്പം മറ്റേ ബസ്സിന് പോകണമെങ്കിൽ 10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് പോലെ കാറുണ്ടല്ലോ. കാർ സ്മൂത്താണ് നോക്കിയിട്ട്. ഇതെന്ത് സംഭവം? ഭക്ഷണം കഴിച്ചോട്ടെ. ഇതിന് ഫോണൊക്കെ അടിച്ച് പോയതാണ്. നേരം കളിപ്പിക്കട്ടെ. ഇത് വണ്ടി പോണില്ല. എന്താ ഇങ്ങനെ വെക്കാം? ഈ ടീ ഒന്ന് ബാക്കിൽ എടുക്കണം. ഏതെങ്കിലും പോയോ? എവിടെ ആക്കില്ല. ഇത്തിരി പോകാനുണ്ട്. ഓക്കെ പോവാൻ കുറേ ഉണ്ട്. കണ്ടു. ഇതാണ്ട് ആ കാണുന്ന ചെറിയത് കണ്ടെയ്നർ സംഭവമാണ്. അതാണ് നമുക്ക് കിടക്കുന്ന സ്ഥലം. എന്താ ചെയ്യാൻ ദാരിദ്ര്യമായിട്ട് വേഗം പോവാൻ എന്തായാലും. നേരെ വെളുപ്പിക്കണ്ടേ. അപ്പോൾ ഇതാണ് ആ സ്ഥലം. എന്നാ വണ്ടി ഉണ്ടോ അവിടെ? ഇതാണ് ആ ഒരു സ്ഥലം. ഇവിടെ കിടക്കാം നമുക്കിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാണ് ആ സ്ഥലം. നമുക്ക് ഇവിടെയാണ് നമ്മൾ കിടക്കുന്ന കേസ്. ഞാനിത് രാവിലെ നേരം വെളുപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയല്ലേ ഉള്ളൂ. വീട്ടിലാണെന്നുള്ള നമുക്കിനി കാറൊന്ന് പെട്രോൾ അടിക്കണ്ടേ? പെട്രോളും വേണ്ടല്ലേ? നിൽക്കാൻ പോകുന്നുണ്ട് പെട്രോളല്ലേ നമുക്ക് ഓടിക്കണ്ടേ? ഓക്കെ കേസ് അവിടെ പെട്രോൾ നമ്മളെല്ലാ ദിവസവും പൈസ കൊടുക്കണ്ടേ? അവിടെ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പണിയില്ല. ഇങ്ങനെ ഓടിക്കുക സുഖം. വണ്ടിക്ക് AC ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ദൂരം പോകാനുണ്ടല്ലേ. ഓരോ ഡെയിലി ടിക്കറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഡെയിലി ടിക്കറ്റ് എടുത്തിട്ട് പോകാം. അതിന് ആവശ്യമൊന്നുണ്ടോ? ആവശ്യമൊന്നും ഉണ്ട് കേട്ടോ. ഡെയിലി ടിക്കറ്റ് നമുക്ക് ഇറങ്ങാം. കാരണം ഇപ്പം ആളുണ്ടേ. ടിക്കറ്റ് എടുക്കാറുണ്ട്. തീരൊന്നും കാണുന്നില്ല. കാരണം നമുക്ക് 12 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ സമയത്തിലായി 8:23. നമുക്ക് ഈ വണ്ടി ഞാൻ വിട്ടിട്ടേ വരാട്ടോ. ഇച്ചിരി ദൂരം ഉണ്ടെന്ന് എനിക്കറിയാം. വണ്ടി ഈ വണ്ടി സ്മൂത്താട്ടോ. എന്തായാലും കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ നമുക്ക് വയ്യ ഇവിടെ നോക്കിട്ടേ. നമുക്ക് ഇത്തിരി പണിയുണ്ട്. നമ്മുടെ പണി ചെയ്തിട്ടില്ല അവന്മാർ പോയി. ഓട്ടെ ഇവിടെ വണ്ടി ഉണ്ട്. നമുക്ക് അപ്പുറത്തായി ട്യൂൺ ചെയ്തിട്ട് വരാം. ഇനിയിപ്പോൾ ഇതാ വഴിയുള്ളൂ. അയ്യോ ഇവിടെയും വണ്ടി ഉണ്ടോ? പിന്നെ ഫോൺ ശരിയാക്കണേ. ചോദിച്ചു നോക്കണ്ട. പണി കഴിഞ്ഞിട്ടുണ്ട്. സീനില്ല. നമുക്ക് ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. നമുക്ക് ആദ്യം ചെയ്തിട്ട് വരാം കേട്ടോ. നമുക്ക് എന്തായാലും ചെയ്യാം. ഇന്ത്യൻ്റെ ചുവട് വരുന്നുള്ളൂ. ഇറങ്ങിയിട്ടേ പറ്റുന്നില്ല. ഇതെന്നാ നോക്കാം. ഈ കാർ ഇങ്ങനെ ഇവിടെ ആയിരിക്കും മിക്കവാറും. വന്നിട്ടേ അടുത്ത വണ്ടി ഉണ്ട്. പോയി ഇതിന് ഇടിച്ച് ചോദിച്ചു നോക്കാം. ലൈറ്റ് ഒന്നുമല്ല. എനിക്കിതിൻ്റെ കിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്ലേറ്റ്
കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ സംഭവം മാറണ്ടേ. പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലേ. പിന്നെ എത്രയാവും? ഒരെണ്ണം കൊടുക്കണം. ഇൻസ്റ്റാൾഡ് കിറ്റ്, അണേബിൾ ഡ്രിഫ്റ്റ് കിറ്റോ? എത്തും ചെയ്യാൻ നമുക്ക് വേണേൽ വീല് നല്ല പറഞ്ഞിട്ടാലോ. ഓ ഇത് പറ്റൂ. ഫിസിറ്റ് വളയ്ക്കാനൊക്കെ പറ്റൂ. ഇപ്പം വേണ്ട. ഇതൊന്നും ചെയ്യാൻ പറ്റത്തെ. ബ്ലാക്ക് ഇച്ചിരി വളച്ച് വെച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ വീട് നല്ല പറഞ്ഞാൽ ഇനി കാട്ടില്ല. എൻ്റെ പുറകിലായിട്ട് വളച്ച് തരുന്നു. ഈ സമയത്ത് ഈ കമ്പനി നമുക്ക് ഈ വണ്ടി വിൽക്കാട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, നാളെ നമുക്ക് എങ്ങനെയാണ് പോകണമെങ്കിൽ നമുക്ക് നോട്ട് സെയിൽ പ്രൈസ് ഒരു 12,900 ഇങ്ങനെ ഇടാം. 1,200 എടുത്തിട്ട് പുട്ട് ഓൺ സെയിൽ ആരും വരുമെന്ന് അറിയാമോ. ഇനി ബാക്കി ആരും വരുന്നില്ലേ? കാലത്തിനിടയിൽ പോയിട്ട് ആരും വരണം. നടക്കുന്നുണ്ട്, നോക്കട്ടെ എത്ര ഏക്കറിയാ. എല്ലാം തീർന്നിട്ടുണ്ട്. നാളെ വരണ്ടേ ഇത്തരണ്ടല്ലോ ഓഫീസിൽ കേട്ടോ. ആരും വന്നിട്ടില്ല. ആലോചിക്കുന്നുണ്ട് ഉണ്ടല്ലേ. ഉണ്ട് പേർ കളിച്ചിട്ടുണ്ട് റിസ്ക്കാട്ടോ പറയല്. ഓക്കെ ആരും വരുന്ന നോക്കാം. സെക്യൂരിറ്റിയുടെ അവസ്ഥ നമുക്ക് കാശുണ്ടാക്കാൻ നമുക്ക് അങ്ങനെ കാശുണ്ടാക്കാൻ പറ്റില്ല, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനൊരു ഇവിടെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓക്കെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോവാം. ഇവിടെ കാണിച്ചു വിട്ടാളോന്നെങ്കിൽ എത്ര രൂപ വരാൻ പറ്റും ചേട്ടാ. അതിലൊരാൾ വന്നിട്ടുണ്ട്, നമുക്ക് നിന്ന് നോക്കാം. ഞാൻ ഇത്രയും പറയുന്നത് ചേട്ടനത്തിന് വലിയ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ഒരാൾ വന്നിട്ടുണ്ടോ? സെല്ല് ചെയ്യണോ വേണ്ടെന്നാണ് ആലോചിക്കുന്നത്. ഓ ബാർഗെയിൻ നമ്മൾ സ്കില്ല് ഓപ്പൺ ചെയ്തിട്ടില്ല അതാട്ടോ. നോക്കിപ്പം വേണ്ട ചേട്ടൻ പോക്കോ. ഒരാൾ വരുന്നുണ്ട്, കുഴപ്പമില്ല. കുടിമില്ല എത്ര രൂപ വയസ്സായ അപ്പൂപ്പൻ അത്രയൊക്കെ തരുമോ ചേട്ടാ? എത്ര തരും? ഓക്കെ ഹൈ ബ്രോ. ഓക്കെ 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 യു ക്യാൻ കൺസിഡർ 1 വേണ്ട. അത് അത്ര ചെയ്തോ എന്നോട് കാണിക്കുക. അത്ര ഉണ്ടായല്ലേ വേഗം വേണം ഔട്ട് ഓഫ് സൈഡാക്കാൻ.
ശരി പോയാൽ സുഖമായിരിക്കും. പോയാൻ ഫ്രണ്ട്സ് നമുക്ക് വഴി മാറിപ്പോയി. ജസ്റ്റ് നൈസായിട്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കാനാണ് പോകണം. വണ്ടി എവിടെയും പോയാൽ നല്ല സുഖമായിരിക്കുമേ. ശരി എവിടെയാണ് എനിക്ക് അറിയത്തില്ല, പോയി നോക്കാം. രാത്രിയായി അപ്പം പിന്നെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടെ പോകേണ്ട വന്നു. ഈ വണ്ടി എനിക്ക് വിൽക്കണ്ടേ വരണം. ഇനി ഹോൺ ഇഷ്ടപ്പെട്ടില്ല. ഹോൺ ചല്ല ഹോൺ പോയ വണ്ടിയായിരിക്കും. അപ്പോൾ ഇതിലൂടെ കയറാട്ടോ ആൾക്കാരെ. കണ്ടോ ഇവിടെ കേൾക്കാലം അങ്ങോട്ട് പോവാം. കാരണം ഇപ്പോഴായിട്ട് സ്കാറാക്കുന്നുണ്ട്. നമുക്കിപ്പം അവിടം വരെ എത്ര നോക്കിനി. അതാണ് ഇനി പണി. ഇന്നലെ പോയിട്ട് പോയതാണേ. ഈ കാർ മൊത്തം പോയതാണ്. ഇവിടെ ഇഷ്ടം ഉണ്ടാവില്ല. ഞാനിവിടെ വേറെ വണ്ടിയില്ലാത്തതുകൊണ്ടേ റിസൾട്ട് എന്താ പറയുക, പർച്ചേസ് കാർ കൗണ്ട് മണി ആൻഡ് മണി സ്പെൻഡ് എല്ലാം 0. നെക്സ്റ്റ് ഡേ അവിടെ ഇപ്പം മറ്റേ ഇത് തുടങ്ങി കാണും, ക്ലീനിങ്. അപ്പം അവിടെ നമ്മളെ ക്ലീനിങ് ഒക്കെ തുടങ്ങി കാണുന്നു. അത് പോവാം എന്തായാലും അങ്ങോട്ട് കേട്ടോ. കാറും ഉണ്ട് സൗണ്ട് കാര്യമാണ്. നമുക്ക് പെട്രോൾ വേണ്ട. കാരണം എന്തായാലും പോവാം. വണ്ടിക്കകത്ത് പെട്രോളൊന്നും ഇല്ല. 2014 വണ്ടിയല്ലേ. ഓക്കെ നമുക്കൊരു 12,000 ഒരു വേണ്ടി 14,000 ഇടാം. അടുത്ത് ഫ്രണ്ട്സ് ഒന്നും പറയണം. നമുക്കിപ്പം ഇവിടെ ആളൊന്നും ഇല്ല കേട്ടോ. വളരെ നിൽപ്പുണ്ടല്ലോ, എടുത്തിടാൻ പറ്റുമോ? ഇവിടെ ആളില്ലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആളൊന്നുമില്ല. ആ വണ്ടി വിറ്റതിന് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കാർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് അല്ല, കാർ മാർക്കറ്റാണ്. ഒരാളുണ്ട്, ചോദിച്ചു നോക്കാം. നമുക്ക് വിറ്റേക്കാം. അപ്പം നമുക്ക് വേഗം മറ്റേ കാർ മാർക്കറ്റ് പോകാം. കാർ മാർക്കറ്റ് ഇന്നൊരു വണ്ടി മേടിച്ചിട്ട് വയ്ക്കാൻ ആരുള്ളൂ. അതാണ് നടക്കുന്നുണ്ടല്ലോ.
ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. കണ്ടീഷണർ നോക്കിയാൽ ഓക്കെ. ഇത്രയും കാശില്ലേ സംഭവിക്കും ഉണ്ടല്ലോ. അതെങ്ങനെ ഇത്രയൊന്നും വേണ്ട. ഞാൻ ചുമ്മാ ഇതാ അറിയില്ല. ആ വണ്ടി മേടിച്ചിട്ടുണ്ടോ സൈഡ് കിടക്കുന്നു. എനിക്കിപ്പം ഈ വണ്ടി ഇതുണ്ടോ ഇതിൻ്റെ പെയിൻ ഇഷ്ടപ്പെട്ടില്ല. പെയിൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ. അയ്യോ വേണ്ട 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 കണ്ടോ ഇത്. ഓക്കെ ഫോട്ടോ കറണ്ട് പോവാല്ലേ. ഇതൊരു നെയ്ബർഹുഡ് പോയി കത്തിക്കോ. ഇവിടെ റേസ് കിറ്റ് ഉള്ള കേട്ടോ. പറക്കും വണ്ടി. അതാണ് നെയ്ബർഹുഡ്. ഇതാണ് നെയ്ബർഹുഡ്. ഇപ്പം ഗ്രീൻ ലൈൻ. അപ്പം എനിക്ക് എത്ര ഏക്കറിയാ? ഇറങ്ങി നോക്കട്ടെ. എത്ര ഏക്കറിയാ? ഇല്ലല്ലേ. സിസ്റ്റമാറ്റിക് ആലേ. വണ്ടി കൊണ്ട് പോകണം. വണ്ടി വഴിയില്ല. നോക്കിയില്ലേ? അയ്യോ വാർത്തകൾ ഉണ്ടായിരുന്നു. കാശ് തീർമാനം ഈ വണ്ടി ഒന്ന് ചെയ്യുന്നത് വണ്ടി ഇവിടെ കേട്ടോ. അന്തരല്ലാണ് ഇത് നോക്കിയത്. ഓക്കെ. അപ്പോൾ ഇത് എന്താ ചെയ്യുക? ആ ഐഡിയ ഇതിവിടെ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഞാൻ ഓടിച്ചോണ്ടില്ല. എന്താ വെച്ചാൽ അറിയില്ല. നമുക്കിത് കാറേ ഇവിടെ അതുകൊണ്ട് കൊള്ളുന്നു. ഈ വണ്ടി കയ്യിലുണ്ട്. നമുക്ക് വേറെ ആട്ടെ ഞാൻ മുമ്പായിട്ട് സംബന്ധിച്ചില്ലേ, അത് ചിലപ്പം കാണുമായിരുന്നു. നോക്കാം. ഈ വണ്ടി ഒച്ച ഇഷ്ടക്കൊള്ളാട്ടോ. കുഴപ്പമില്ല. ഒച്ച പൊളി കേട്ടോ. ഇപ്പം ഈ വണ്ടി നമുക്ക് ചോദിച്ചാലോ. ഇത് വേണം. കണ്ടോ ഒച്ച. കാർത്തി വണ്ണുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ പുറണുണ്ട്. ഓക്കെ. റേസ് കിറ്റ് ഉള്ളതുണ്ട് കേട്ടോ. കാരണം പൊളിഞ്ഞ കിടക്കണം ചോദിച്ചോണ്ടോ. ഓക്കെ. ഒരു ഇല്ല 1 എന്നിട്ട് കാണാൻ നമുക്ക് 6000 ഉണ്ട് കേട്ടോ. ഇടുന്നുണ്ട്. അപ്പോൾ 2 വണ്ടി ഇപ്പോൾ മൊത്തം ഇടുന്നത്. എത്ര ഏക്കറിയാ?
നമുക്കിപ്പോൾ പൈസ നോക്കിയിട്ട് വരില്ല അല്ലേ. 1000 എന്ന് പറയുന്നത് നമുക്ക് 7000 ഒട്ടിച്ച് വിട്ടുപോയി. ഇടിച്ചില്ല, ഇടിച്ചൊന്നും പറ്റിയില്ല അങ്ങനെ. എത്രയാണ്? ഓക്കെ, എയർപോർട്ട് കറക്റ്റ് റിസൾട്ട്. അത്ര കൊടുത്തേക്കുന്നത്? എത്രയൊന്നും വേണ്ട, നമുക്കിപ്പോൾ പോകാൻ തരുന്നില്ല. ഒരു വണ്ടി പോയല്ലോ, 2 വണ്ടി ഉണ്ട് ഇപ്പോൾ. ഈ വണ്ടിക്ക് എത്ര രൂപ? പൊളിഞ്ഞ വണ്ടിക്കാണ് ഇത് പൈസ കുറവാണ്. എനിക്ക് 5000 രൂപയ്ക്ക് കിട്ടിയതല്ലേ. എത്ര രൂപയാ? ഫേക്ക്. നമ്മൾ ആസിവാൻ എടുത്തോളം മേടിക്കും. മണ്ടത്തിന് വേണ്ടി ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ചെറിയ പോയത്. ഈ ഒന്നും ഞാൻ ചോദിക്കാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചോദിച്ചതാണ്. ഞാൻ റൗണ്ട് അടിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. എത്ര ഏക്കറിയാ? ഫേക്ക്. ഓക്കെ, പ്ലേസ് 5000 പൈസ ഞാൻ പൊക്കി. ഈ വണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് ലേറ്റർ. ഓക്കെ, നമുക്കൊന്ന് തിരിച്ചു വരേണ്ടി വരും അല്ലേ. നമുക്ക് ഇതിൻ്റെ ഇതേ കീ കണ്ടിട്ട് കിടക്കണം. നമുക്ക് ഇത് കൊണ്ടുപോയി കൊണ്ടിട്ട് വരാം. വരേണ്ട വരും. ഈ വണ്ടി കൊണ്ടുവരും. മറ്റേതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മറ്റേ ഈ വണ്ടി നമുക്ക് എടുത്തിട്ട് മറ്റേത് വണ്ടി നമുക്ക് ഇടിച്ചിട്ടുണ്ട്. പണി കിട്ടി. വണ്ടി ഓടുവോ? നമുക്ക് ഇത് കൊണ്ടേ ഇത് വിട്ടിട്ടേ ഞാൻ പറഞ്ഞു വന്നത് ഇത് പൊക്ക. ഇതിന് കുഴപ്പമൊന്നുമില്ല ഈ വണ്ടിക്ക്. ഈ വണ്ടി നമുക്ക് ഇത് റിവേഴ്സ് എടുക്കാം കേട്ടോ. ഇതെടുത്ത് ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് ആ വണ്ടി കയറ്റിയിടാം. അതിനല്ലേ കുഴപ്പമുള്ളൂ. ഇതെടുത്ത് അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കാം. ഈ വണ്ടി കാറ് അവിടെ ഇട്ടിട്ടേ റിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടോ നമുക്ക് സ്ഥലം ഇടാം. ഇനി തിരിച്ച് അങ്ങോട്ട് പോകാം. ഇതുണ്ട് അവിടെ ഉണ്ട്. ഇതുമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കൊണ്ടിട്ടാക്കാം. ആ വണ്ടി ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കട്ടെ. പോയി വണ്ടി എടുക്കണ്ടേ? പോയ ഇവിടെ വന്നിട്ട് ഓക്കെ. ഏണ്ടൊന്നും വരത്തില്ല. നമ്മൾ സ്പെൻഡ് റിസൾട്ട് ഉണ്ടാച്ചു ന്യൂഡേയിൽ ഒടുങ്ങി. അപ്പോൾ നമുക്ക് പറയണം. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നമുക്കിനി ഉള്ള കയ്യിലുള്ള എല്ലാ വണ്ടിയും വിറ്റിട്ട് ഒന്ന് വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവാണ്.
ഈ വണ്ടി നടക്കൊണ്ടിരും ടോട്ടറൊക്കെ പോയിട്ട് വരേണ്ട വരും. ഈ വണ്ടി ഇട്ടിട്ട് വരാം. ഈ വണ്ടി കൊടുക്കണ്ടായി എത്ര വണ്ടി ഞാൻ മേടിച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം. കാരണം ഒരു ഐഡിയ കിട്ടി. നമുക്ക് ഇത് നേരെ വഴി നടക്കാനാണ് ഇങ്ങോട്ടാണ് റോട്ടിൽ നിന്ന് വഴിയാണ് അങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ ഡെയിലി വീട്ടിൽ തന്നെയാണ് എപ്പോഴും നടക്കും. ഇതാണ് വണ്ടി. ഓക്കെ, അപ്പോൾ ആ വഴി എനിക്ക് മനസ്സിലായി. പേടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ആ വണ്ടി നമുക്ക് മേടിച്ച് നോക്കി വണ്ടി ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യായിരുന്നു. അത് എടുത്തോണ്ട് വരണ്ടേ അതായിട്ട് നോക്കി കേസ് എവിടെയാക്കില്ല. അതാണ്ടോ ഞാൻ കണ്ട് ആ വണ്ടിയാണ് ഞാൻ മേടിച്ചത്. ഇതെല്ലാം കൂടെ വിറ്റ് 40,000-50,000 ഉണ്ടാക്കാതെ നോക്കട്ടെ. ഈ വണ്ടിയാണ് ഇപ്പോൾ മേടിക്കുന്നത്. സ്പീഡുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻട്രി ചെയ്യാം. സ്പീഡില്ല. അപ്പോൾ ഈ വണ്ടി ഇറക്കുണ്ടോ? അയ്യോ, ഓ ഇത് അയ്യോ പണിവാളി ഈ വണ്ടി എനിക്കറിയില്ല. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ കാരണം കാശില്ല. ഇറങ്ങണ്ടല്ലോ. ഇറങ്ങാനുള്ള വഴിയേ തരാം. പിന്നെ അങ്ങോട്ട് വേണ്ട. എവിടെടാ വഴി? ഇതായിരുന്നു വഴി. ഇത് എളുപ്പമുണ്ട്. ഓ അത് നടക്കാൻ പറയാം. ഇതൊക്കെ അടിച്ചു പോയാൽ ഒരു വണ്ടി വിൽക്കുന്നില്ല എന്തായാലും. പോയി അതെടുത്തോണ്ട് വരാം. അവിടെ ഒരു വണ്ടി കിടപ്പില്ലേ? ഇനി നമുക്ക് കച്ചവടം പോകുന്നില്ല. ഞാൻ ഈ വണ്ടി വിൽക്കുന്നില്ല. ഈ വണ്ടിയുടെ പേര് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഒരു വണ്ടിയാണ് വിൽക്കാതിരിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം കാണുന്ന നല്ല രസമുണ്ട്. അപ്പം തീരും. ഹലോ അപ്പോൾ തീരും. ഹലോ അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് വേഗം സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ തീരുന്നു. അപ്പോൾ ഇപ്പോൾ തീരും. സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പം നിർത്തിയേക്കാം. കാരണം ഇത് വേഗം സെയിലിടും. 4 വണ്ടി സെയിലിടുന്നില്ല. ഏതെങ്കിലും പറഞ്ഞിരുന്നു. ഇപ്പോൾ ചെളിയാണ്. ഇത് വിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ. വേഗം വരെ സെയിലിടാം. 4 വണ്ടി കഴിക്കുന്നു. ഇതാണ് വണ്ടി. 4 വണ്ടി. ഓക്കെ നമുക്ക് ഈ വോൾക്സ്വാഗൺ ഇടണ്ട. ഓക്കെ ബാക്കിയല്ല ഇടാം. ഇതിന് 13 ഇത് 13
ഇത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വോക്സ് വാഗൺ നോക്കാം ഏതാണ് നോക്കട്ടെ, ഏത് വണ്ടിയാണ് ഇപ്പോൾ അറിയാം. ഈ വണ്ടി കേട്ടോ ഞാൻ വെക്കുന്ന വണ്ടിയാണ് നോക്കട്ടെ. അപ്പോൾ നോക്കാം, അതൊരു ട്രെയിൻ കാര്യം നോക്കാം. അതൊക്കെ വോക്സ് വാഗണാണ് നോക്കാം. വിൽക്കട്ടെ 10,000 കാല് മതി മറ്റേ 1000 ബില്ലേയും മേടിക്കില്ല. ആൾ വന്നിട്ട് ഏത് വണ്ടി നടക്കില്ല. അപ്പോൾ 2 പേര് വന്നിട്ട് കഴിച്ചു എന്നാൽ ഈ വണ്ടി ഇഷ്ടം നോക്കാൻ നോക്കി ആരിൽ വന്ന് എത്രയും പറഞ്ഞേക്കുന്നു. ഓക്കെ, ഇതിന് 12,000 പറഞ്ഞേക്കുന്നു. ഓക്കെ, പ്രൈസ് ഓക്കെ 87,000 വേറെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഐ തിങ്കിങ് ഓക്കെ നമുക്ക് ഈ വണ്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.